കാറുകളുടെ സാങ്കേതിക വിദ്യകൾ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഏത് കാർ തിരഞ്ഞെടുക്കുമെന്ന ആശയക്കുഴപ്പത്തിലായിരിക്കും വാഹന പ്രേമികൾ. പെട്രോൾ വാഹനം വേണോ, ഡീസൽ വാഹനം വേണോ, അല്ലെങ്കിൽ EV ആയാലോ എന്ന കൺഫ്യൂഷനിൽ നിൽക്കുമ്പോഴാണ് ഹൈബ്രിഡ് വാഹനങ്ങളുടെ കടന്നുവരവ്. നിലവിൽ നമുക്ക് പെട്രോൾ മാത്രം ഉപയോഗിച്ചോടുന്ന വാഹനങ്ങൾ ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം. 80% പെട്രോളും 20% എഥനോളും ഉപയോഗിച്ചാണ് നിലവിൽ പെട്രോൾ ലഭിക്കുന്നത്. ഡീസലിലും സമാനമായ മാറ്റം വരാനിരിക്കുകയാണ്. 85% എഥനോൾ ഉൾപ്പെടെയുള്ള മിശ്രിതം ഉൾപ്പെട്ടവയാണ് ഫ്ലെക്സ് ഫ്യൂവലുകൾ. ഇത്തരത്തിൽ ഒന്നിലേറെ ഇന്ധനങ്ങളുടെ സംയുക്തങ്ങൾ ഉപയോഗിച്ചുള്ള എഞ്ചിനുകളാണ് ഫ്ലെക്സ് ഫ്യൂവൽ എഞ്ചിനുകൾ എന്നറിയപ്പെടുന്നത്. ഇവയ്ക്ക് പുറമെ പെട്രോളിലും ഇലക്ട്രിക് പവറിലും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഹൈബ്രിഡ് വാഹനങ്ങളും ഇപ്പോൾ വിപണി കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭാവി മുന്നിൽ കണ്ടുകൊണ്ടാവണം ഏത് വാഹനമാണ് നാം തിരഞ്ഞെടുക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ. ഇലക്ട്രിക് വാഹനങ്ങൾ സർക്കാർ നൽകി വരുന്ന സബ്സിഡി മുതൽ ഇന്ധന ചെലവിൽ EVയിൽ നിന്ന് നേടാൻ സാധിക്കുന്ന സാമ്പത്തിക ലാഭം വരെയാണ് EV വാഹനങ്ങൾക്ക് ഇത്ര ആരാധകർ കൂടാൻ കാരണമായത്. എന്നാൽ EV നമുക്ക് പൂർണ്ണമായും ആശ്രയിക്കാവുന്ന വാഹനമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. കാരണം EVയിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക ലാഭം വരാനിരിക്കുന്ന ബാറ്ററി റീപ്ലേസ്മെന്റിൽ നഷ്ടമാകുമെന്നത് തന്നെ. ഉപയോക്താക്കളും ഇലക്ട്രിക് വാഹനങ്ങൾ ഉപേക്ഷിച്ച് പെട്രോൾ ഡീസൽ കാറുകളിലേക്ക് മടങ്ങുകയാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കൂടാതെ EVയുടെ മെയിന്റനൻസ് ചാർജുകൾ ഒരു സ്ഥലത്തും ചർച്ചയാകുന്നുമില്ല. ഇവയ്ക്കെല്ലാം പുറമെ നിലവിൽ 5% മാത്രം GST ആണ് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്ക് GST 28%. ഇത് മാത്രമല്ല, ചാർജിംഗ് സ്റ്റേഷനുകളുടെ അപര്യാപ്തതയും ചാർജ് ചെയ്യാനെടുക്കുന്ന സമയവും EVയെ പൂർണ്ണമായി ആശ്രയിക്കാൻ സാധിക്കില്ലെന്നതിന്റെ തെളിവുകളാണെന്ന് വിദഗ്ധർ പറയുന്നു. കൂടാതെ EVക്ക് നൽകി വരുന്ന സബ്സിഡി സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൽ തന്നെ ഭിന്നാഭിപ്രായം ഉടലെടുത്തു കഴിഞ്ഞു. പരിസ്ഥിതി മലിനീകരണവും രാജ്യത്തിന്റെ വളർച്ചയും കണക്കിലെടുത്താൽ പെട്രോൾ ഡീസൽ വാഹനങ്ങളുടെ വിൽപ്പന കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ നിരവധി വർഷങ്ങളായി പരിശ്രമിക്കുന്നത്. എന്നാൽ പെട്രോൾ ഡീസൽ വാഹനങ്ങൾ രാജ്യത്ത് നിന്ന് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അതിനുത്തരം. ഇനിയുള്ള കാലത്ത് ഫ്ലെക്സ് ഫ്യൂവൽ എഞ്ചിനുകളും ഹൈബ്രിഡ് ടെക്നോളജിയും ഉപയോഗിക്കുന്നതാണ് ഏറെ ഗുണകരമാവുകയെന്നാണ് ഈ രംഗത്തെ വിദഗ്ധരുടെ അഭിപ്രായം. ഇവ പരിസ്ഥിതി പ്രശ്നങ്ങളെ ഒരു പരിധി വരെ കുറയ്ക്കുന്നതിനൊപ്പം ഉപഭോക്താക്കൾക്ക് സാമ്പത്തിക ലാഭവും നേടിത്തരുന്നു. കാലങ്ങളായി ഉപയോഗിച്ചു വരുന്ന ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനുകളിൽ നിന്നും ഇലക്ട്രിക് മോട്ടോറുകളിലേക്ക് വാഹന നിർമ്മാതാക്കൾ മാറാൻ തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല. പരമ്പരാഗത വാഹനങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ സാമ്പത്തികമായി വലിയ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നതും പ്രകൃതിക്കിണങ്ങിയതുമായ മാറ്റമാണിതെന്നും ചിലർ പറയുന്നു. ആഗോള വാഹന വിപണിയിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ഫോർഡും ജനറൽ മോട്ടോഴ്സും ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനുകളിലേക്ക് മടങ്ങുകയാണെന്ന വാർത്തയും അടുത്തിടെ പുറത്തു വന്നിരുന്നു. ഇതിനിടെയാണ് ഇലക്ട്രിക് വാഹനങ്ങളില്ലെങ്കിൽ പിന്നെ എന്താണ് മാർഗമെന്ന ചോദ്യം ഉയർന്നു വന്നത്. വാഹന ലോകം തന്നെ അതിനുള്ള ഉത്തരവും കണ്ടുപിടിച്ചു: ഹൈബ്രിഡ്. അതായത് പഴയ പെട്രോൾ വാഹനത്തിന്റെയും പുതിയ ഇലക്ട്രിക് വാഹനത്തിന്റെയും സങ്കര ഇനം. അടുത്തിടെ ഹൈബ്രിഡ് കാറുകൾക്കുള്ള റോഡ് തിരിവ് കുറയ്ക്കാൻ ഉത്തർപ്രദേശ് സർക്കാർ തീരുമാനിച്ചെന്ന വാർത്ത വാഹന വിപണി കയ്യടിയോടെയാണ് സ്വീകരിച്ചത്. ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് നിലവിൽ 28% ചരക്കു സേവന നികുതിയും 15% സെസ്സും ചുമത്തുന്നുണ്ടെന്നതാണ് പ്രതിസന്ധി. സെസ് ഒഴിവാക്കാനും GST സ്ലാബ് കുറയ്ക്കാനുമുള്ള ഹെവി ഇൻഡസ്ട്രി മന്ത്രാലയത്തിന്റെ ശുപാർശ ധനമന്ത്രാലയം ഉടൻ പരിഗണിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. 2018 വരെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഗണത്തിൽ തന്നെയാണ് ഹൈബ്രിഡ് വാഹനങ്ങളെയും കൂട്ടിയിരുന്നത്. എന്നാൽ അധിക നികുതി ഈടാക്കാമെന്ന സാധ്യത മുന്നിൽ കണ്ട കേന്ദ്ര സർക്കാർ ഹൈബ്രിഡ് കാറുകളെ ഇലക്ട്രിക് വാഹനങ്ങളുടെ പട്ടികയിൽ നിന്നും മാറ്റുകയായിരുന്നു. പിന്നീട് ഹൈബ്രിഡ് കാറുകളുടെ വിലയിൽ 43% വർധനയുണ്ടായി. ഇതേസമയം GST കൗൺസിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി 12-ൽ നിന്നും 5 കുറയ്ക്കുകയും ചെയ്തു. എണ്ണിയെടുക്കാവുന്ന മോഡലുകൾ മാത്രമാണ് ഹൈബ്രിഡ് കാർ വിപണിയിൽ ഉള്ളത്. അതും സാധാരണക്കാരന് താങ്ങാനാവാത്ത വിലയിലുള്ളതാണെന്നാണ് യഥാർത്ഥ പ്രതിസന്ധി.